ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ നമ്മുടെ കുട്ടിയുടെ കൂടെ ഇരുന്ന് ഒരു പാഠം മുഴുവൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഉടനെ ചോദിക്കുമ്പോൾ കുട്ടി എല്ലാം കറക്റ്റായിട്ട് ഉത്തരം പറയും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ചോദിച്ചപ്പോഴോ കുട്ടിക്ക് ഒന്നും ഓർമ്മയില്ല. എല്ലാം മറന്നുപോയി അമ്മേ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു വിഷമവും ദേഷ്യവും ഉണ്ടല്ലോ. ഈ അനുഭവമില്ലാത്ത അച്ഛനമ്മമാർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? നമ്മൾ വിചാരിക്കും കുട്ടിക്ക് ഓർമ്മശക്തി ഇല്ലാത്തത് കൊണ്ടാണെന്ന്. പക്ഷേ സത്യം അതല്ല. അവർക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ തലച്ചോറിൽ സേവ് ചെയ്ത് വെക്കണം എന്ന് അവർക്കറിയില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള ടോപ്പ് സ്റ്റുഡൻസ് പഠിക്കാൻ ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വഴികളാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ പിന്നെ നിങ്ങളുടെ കുട്ടി പഠിച്ചതൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കില്ല. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പേരൻസ് സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ കുട്ടികളുടെ പഠനത്തിന് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പഠിച്ച കാര്യം മാത്രം മറന്നു പോകുന്ന കുട്ടികൾക്ക് പണ്ട് കണ്ട സിനിമയിലെ പാട്ടുകളും കാർട്ടൂണിലെ ഡയലോഗുകളും മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഗോളുകളും ഇതൊക്കെ കാണാപാഠമായിരിക്കും. കഴിഞ്ഞ ആഴ്ച പഠിച്ച സയൻസ് ചാപ്റ്റർ ചോദിച്ചാൽ മാത്രം ഒന്നും ഓർമ്മയില്ല. ഇതെന്താ ഇങ്ങനെ? കാരണം നമ്മുടെ ബ്രെയിൻ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുന്നത് ലോജിക്ക് വെച്ചിട്ടല്ല, ഇമോഷൻസ്, ഇമേജുകൾ, കഥകൾ ഇതൊക്കെ വെച്ചിട്ടാണ്. സയൻസ് ബുക്കിൽ ആ വലിയ പാരഗ്രാഫിൽ ഇതൊന്നുമില്ല. ഭയങ്കര ബോറിംഗ് ആണത്. അതുകൊണ്ട് ഈ കാണാപാഠം പഠിക്കുന്ന പരിപാടി നമ്മൾ ആദ്യം അങ്ങോട്ട് നിർത്തണം. പകരം എന്ത് ചെയ്യും? അതിനാണ് പിക്ചർ മെത്തേഡ്. കുട്ടികൾക്ക് എന്താണോ പഠിക്കാനുള്ളത് അതിനെ വളരെ രസകരമായ അല്ലെങ്കിൽ അവർക്ക് കൗതുകം തോന്നുന്ന ഒരു പിക്ചറായി സങ്കല്പിക്കാൻ പറയണം. ഉദാഹരണത്തിന്, മഴ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പഠിക്കുമ്പോൾ വെറുതെ ബുക്കിലെ വരികൾ വായിക്കാതെ സൂര്യൻ വലിയ ഒരു സ്ട്രോ ഇട്ട് കടലിലെ വെള്ളം വലിച്ച് മുകളിലുള്ള മേഘം എന്ന ടാങ്കിൽ നിറയ്ക്കുന്നു. അത് നിറഞ്ഞ് കവിയുമ്പോൾ താഴേക്ക് മഴയായി പെയ്യുന്നു എന്നവർ ഇമാജിൻ ചെയ്യുമ്പോൾ വാട്ടർ സൈക്കിൾ എന്ന കോൺസെപ്റ്റ് അവർ ഒരിക്കലും മറക്കില്ല. അതുപോലെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് വെറുതെ കാണാപാഠം പഠിക്കാതെ 19 വയസ്സുള്ള ഒരു പയ്യൻ ഇന്ത്യയുടെ കൊടിയും പിടിച്ച് 47 പടികൾ ഓടിക്കയറുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയുക. ആ ഇമേജ് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണോ അത്രയും സ്ട്രോങ് ആയിട്ട് അത് കുട്ടിയുടെ മനസ്സിൽ പതിയും. അവർക്കത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ചെറിയ കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ്. ഇനി കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ഓർമ്മ വയ്ക്കണമെങ്കിലോ? അവിടെയാണ് നമ്മൾ സ്റ്റോറി ചെയിൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഒരുപാട് പോയിന്റുകൾ പഠിക്കാനുണ്ടെങ്കിൽ അതിനെ ഒരു രസമുള്ള കഥയാക്കി മാറ്റുക. ഉദാഹരണത്തിന്, സൗരയൂഥത്തിലെ ആദ്യത്തെ 5 ഗ്രഹങ്ങൾ ക്രമത്തിൽ പഠിക്കണം എന്ന് വിചാരിക്കുക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം എന്നിങ്ങനെ. ഇത് വെറുതെ ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം കുട്ടിയോട് ഇതൊരു കഥയാക്കാൻ പറയുക. അതായത്, ബുധനാഴ്ച ദിവസം ശുക്രൻ എന്ന കുട്ടി ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റ് കയറി ചൊവ്വയിൽ പോയപ്പോൾ അവിടെ വലിയൊരു വ്യാഴത്തെ കണ്ടു. കേൾക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നും. പക്ഷേ ഈ കോമഡി തലച്ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. വലിയ ലിസ്റ്റുകൾ പഠിക്കാൻ ഈ കഥയുണ്ടാക്കുന്ന മെത്തേഡ് സൂപ്പറാണ്. പഠിച്ചതൊക്കെ മറന്നു പോകാനുള്ള മെയിൻ കാരണം നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്യാത്തത് കൊണ്ടാണ്. പഠിച്ചു കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾ എന്താ ചെയ്യുക? ബുക്ക് അടച്ചു വെച്ചിട്ട് എഴുന്നേറ്റ് പോകും. ഇനി മുതൽ അത് സമ്മതിക്കരുത്. പകരം പഠിച്ചു കഴിഞ്ഞാൽ ബുക്ക് അടച്ചു വെച്ചിട്ട് ആ പഠിച്ച കാര്യം ഒരു ടീച്ചറിനെ പോലെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ പറയുക. അല്ലെങ്കിൽ അവരുടെ കളിപ്പാട്ടത്തിൻ്റെ മുന്നിലിരുത്തി അതിന് പറഞ്ഞു കൊടുക്കാൻ പറയുക. സൈക്കോളജിയിൽ ഇതിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് റീകോൾ. വെറുതെ ബുക്ക് നോക്കി വായിക്കുന്നത് വളരെ ഈസിയാണ്. തലച്ചോറിന് ഒരു പണിയുമില്ല. പക്ഷേ ബുക്ക് അടച്ചു വെച്ച് ഓർത്തെടുത്ത് സ്വന്തം വാക്കുകളിൽ അത് പറയാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറ് ശരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങും. ആദ്യത്തെ 2 തവണ കുട്ടിക്ക് ഓർമ്മ കിട്ടില്ല. ബുക്ക് തുറന്ന് നോക്കേണ്ടി വരും. പക്ഷേ 3ാമത്തെ തവണ ഫ്ലൂവൻ്റ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ അത് അവർക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ ഇത് കൂടെ വേണം.
ആ ട്രിക്കിൻ്റെ പേരാണ് സ്പേസ്ഡ് റെപ്പിറ്റിഷൻ. പരീക്ഷയുടെ തലേ ദിവസം രാത്രി കുത്തിയിരുന്ന് മുഴുവൻ പഠിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വൻ ഫ്ലോപ്പാണ്. എല്ലാം കൂടി തലയിൽ ഫീഡ് ചെയ്യുമ്പോൾ തലച്ചോറ് ഹാങ് ആകും. പകരം ഞായറാഴ്ച പഠിച്ച കാര്യം ചൊവ്വാഴ്ച വെറും 2 മിനിറ്റ് എടുത്ത് വീണ്ടും ഒന്ന് ഓർത്തെടുക്കാൻ നോക്കുക. വെള്ളിയാഴ്ച വീണ്ടും 1 മിനിറ്റ്. ഈ ചെറിയ ഗ്യാപ്പ് ഇട്ടുള്ള റിവിഷൻ ഉണ്ടല്ലോ, അത് മതി ആ പാഠം തലച്ചോറിലെ ഒരു പെർമനൻറ്റ് മെമ്മറിയായി സേവ് ചെയ്യാൻ. അപ്പോൾ നാളെ തന്നെ തുടങ്ങാമെന്ന് വെച്ച് ഒറ്റയടിക്ക് കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. പഠിത്തം എന്ന് പറയുന്നത് ഒരു ശീലമാണ്. പതുക്കെ പതുക്കെ ഈ കാര്യങ്ങൾ അവരുടെ ശീലത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പഠിക്കുന്ന കാര്യങ്ങളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിത്രങ്ങളാക്കി മാറ്റുക. വലിയ കാര്യങ്ങൾ ഓർക്കാൻ ചെറിയ കഥകൾ ഉണ്ടാക്കുക. ബുക്ക് അടച്ചു വെച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഗ്യാപ്പ് ഇട്ട് റിവൈസ് ചെയ്യുക. കുട്ടികളെ സംബന്ധിച്ച് ഈ പഠിത്തം എന്നത് ഒരു സ്ട്രെസ് അല്ലാതാവുകയും അതവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥ പഠനം നടക്കുന്നത്. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ എന്തെങ്കിലും കുറുക്കു വഴികൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.